ഹലോ ഗായ്സ്, എല്ലാവർക്കും ലെറ്റ്സ് പ്ലേ സീരീസിന് 24ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളൊരു റെഡ് ഫാം ഉണ്ടാക്കാൻ പോവുകയാണ്. ഞാൻ അടുത്ത എപ്പിസോഡിൽ പോയി വിതറിനെ കൊല്ലുന്നുണ്ട്. സോ എനിക്ക് ഒരുപാട് തോട്ടത്തിൻ്റെ ആവശ്യം വരും. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നമ്മളിന്നൊരു റെഡ് ഫാം ഉണ്ടാക്കാൻ പോവുകയാണ്. ഓക്കെ, സോ ഞാൻ അതിനു മുമ്പ് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഓഫ് ക്യാമറ ചെയ്തായിരുന്നു. എന്തൊക്കെയാണ് ഞാൻ കാണിച്ചു തരാം. ആദ്യം തന്നെ ഞാൻ എൻ്റെ ഡ്രാഗൻ്റെ എഗ്ഗ് എടുത്തിട്ട് ഇവിടെ കൊണ്ടുവച്ചു. ഞാൻ ഡയമണ്ട് ബ്ലോക്ക് ഉണ്ടാക്കിയിട്ട് അത് ഇവിടെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ ഈ ഒരു എഗ്ഗ് എടുത്ത് വെച്ചു. ഇപ്പോൾ ഇത് കാണാൻ കുറച്ചൊക്കെ കൊള്ളാം കേസ്. ഓക്കെ, പിന്നെ ഈ ഹെഡ് എനിക്കിപ്പോഴും വെക്കേണ്ട ഒരു സ്ഥലം കിട്ടിയിട്ടില്ല. സോ അതിപ്പോഴും എൻ്റെ പട്ടിക തന്നെ ഉണ്ട്. ഓക്കെ, പിന്നെ ഞാൻ കുറേ നേരം മൈനിങ്ങിനൊക്കെ പോയായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഇത്ര ഓർസ് കിട്ടി. കുറേ റെഡ് സ്റ്റോണും പിന്നെ കുറേ അയണും ഉണ്ട്. പിന്നെ എൻ്റെ മുകളിൽ കുറച്ച് ഗോൾഡും ഉണ്ട്. ഓക്കെ, അതെല്ലാം നമുക്ക് ഇന്നൊന്ന് മറ്റേ ഫോർച്യൂൺ ചെയ്യണം തുടക്കത്തിൽ തന്നെ. ഓക്കെ, പിന്നെ എനിക്ക് കുറേ ഡയമണ്ട്സ് കിട്ടി, ഞാൻ കാണിച്ചു തരാം. എനിക്ക് 34 ഡയമണ്ട്സ് കിട്ടി. ഓക്കെ, ഓർസ്. ഓക്കെ, സോ അതും നമുക്കിന്ന് മറ്റേ ഫോർച്യൂൺ ചെയ്യണം. ഓക്കെ, എൻ്റെ പിക്കെക്സ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എത്രത്തോളം മൈൻഡ് ചെയ്തെന്ന്. കുറച്ചേ മൈൻഡ് ചെയ്തുള്ള കേസ്. ഓക്കെ, പിന്നെ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഈ സ്റ്റോറേജ് യൂണിറ്റ് ഉണ്ടായിരുന്നു. എന്താ ഞാൻ അതൊന്നും ചെയ്തില്ല, ഒന്നും ലേബലും ചെയ്തില്ല, പിന്നെ ഒന്നും ഐറ്റംസ് ഒന്നും കൊണ്ട് വെക്കുകയും ചെയ്തില്ലായിരുന്നു. ഞാൻ ഓഫ് ക്യാമറ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഈ സ്റ്റോറേജ് മെയിനായിട്ട് ഉണ്ടാക്കിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വേൾഡിൽ എത്ര ഫാംസ് ഉണ്ടാക്കിയിട്ടുണ്ടോ ആ ഫാം എന്നുള്ള ഐറ്റംസ് കൊണ്ടുവയ്ക്കാനായിട്ടാണ് ഞാൻ ഈ ഒരു സ്റ്റോറേജ് ഉണ്ടാക്കിയത്. ഓക്കെ, അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട്, കാണിച്ചു തരാം. കാരണം എനിക്ക് വൂൾ ഫാമിൽ നിന്ന് കിട്ടുന്ന വൂൾസ്, ഓക്കെ, പിന്നെ ക്രീപ്പർ ഫാമിൽ നിന്ന് കിട്ടുന്ന ഗൺ പൗഡർ, ഞാൻ ഫാമിൽ നിന്ന് കിട്ടുന്ന പോപ്പി, പിന്നെ എൻ്റെ എൻ്റർമാൻ ഫാമിൽ നിന്ന് കിട്ടുന്ന എൻ്റർപ്പിൾസ്, അതാണ് ഏറ്റവും കൂടുതലുള്ളത്. എൻ്റെ 2 ഡബിൾ ചെസ്റ്റ് നിറച്ചുണ്ട്. പിന്നെ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന റെഡ് ഫാമിൽ നിന്ന് കിട്ടുന്ന ഐറ്റംസ് ഒക്കെയായിട്ട് ഈ ക്രോസ് ബോയും ഞാൻ എവരായിട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഓക്കെ, പിന്നെ ഞാൻ ഇവിടെ എൻ്റർ ചെസ്റ്റും ക്രാഫ്റ്റ് ചെയ്ത് വെച്ചു. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഫോർച്യൂൺ ചെയ്യുന്ന ഒരു ചടങ്ങിലേക്ക് നടക്കാം. ഞാൻ എൻ്റെ പിക്കെക്സ് അങ്ങ് എടുക്കാം. ഓക്കെ, ഇതല്ലേ മറ്റേത്, ഇത് തന്നെ. ഓക്കെ, ഞാൻ ഷീൽഡ് മാറ്റാം ഒന്ന് ക്ലിയർ ആയിട്ട് കാണാൻ. പിന്നെ മുകളിലോട്ടൊന്ന് കയറാം, അതിന് കുറച്ച് ടാസ്ക് ആയിരിക്കും. ഞാൻ ഫ്രീ ടൈം കിട്ടും ഇനിയും കുറേ മൈനിങ്ങിന് തന്നെ പോകും. ഓക്കെ, ഒന്ന് മൈൻഡ് ചെയ്ത് തന്നെ ചെറിയ ടൈം ലാപ്സ് നോക്കാൻ കേട്ടോ. ഓക്കെ, 2 സ്റ്റാക്ക് അടുപ്പിച്ച് അയൺ കിട്ടി. പിന്നെ 1.5 സ്റ്റാക്ക് ഒരു സ്റ്റാക്കും 7 ഗോൾഡ് കിട്ടി. പിന്നെ 4 സ്റ്റാക്ക് അടുപ്പിച്ച് റെഡ് സ്റ്റോൺ കിട്ടി. ഞാൻ ഇതെല്ലാം ഒന്ന് റോ ആയിട്ട് ഐറ്റംസ് ഉള്ളതെല്ലാം ഒന്ന് സ്മെൽറ്റ് ചെയ്യണം. ഓക്കെ, സ്മെൽറ്റ് ചെയ്യാൻ കുറച്ച് കോളം എന്നെ തൊണ്ടെന്ന് തോന്നുന്നു. ഞാൻ കുറച്ചുകൂടെ ഒന്ന് സ്റ്റേഴ്സ് എടുത്തോണ്ട് ഇന്നലെ കുറേ ക്രാഫ്റ്റ് ചെയ്തുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ് എനിക്ക് മൈനിങ്ങിനായി കിട്ടിയ ബാക്കിയുള്ള റിസോഴ്സ്. കുറേ ഡീപ് സ്ലൈറ്റും പിന്നെ ടഫ് ബ്ലോക്ക് എല്ലാം ഉണ്ട്. ഓക്കെ, ഇത് എല്ലാം വെച്ചേക്കാം. ഓക്കെ, ഇനി താഴെ ഇതിൻ്റെ ഫ്യൂല്. ഓക്കെ, ഇത് ഉണക്കി കൊടുക്കാം. ഓക്കെ, ലൈറ്റ് കത്ത്. ഓക്കെ, അതവിടെ നിന്ന് സ്മെൽറ്റ് ആവട്ടെ. നമുക്കിനി ബാക്കി ഡയമണ്ട്സ് കൂടെ ഒന്ന് ഫോർച്യൂൺ ചെയ്യാം. ഓക്കെ, എനിക്കിതിൽ കുറച്ച് പ്രതീക്ഷയാണ്. ഒരു സ്റ്റാക്കിൽ മേടിക്ക് കിട്ടുമെന്ന് തോന്നുന്നു. ഓക്കെ, ഞാൻ പില്ലർ വെക്കാം കേസ്. ഓക്കെ, ഒറ്റ പില്ലർ മതി. അല്ലേ വേണ്ട, സമയം എടുക്കും. 4 പില്ലർ വെച്ചോ, 3 ഇങ്ങനെ വെച്ച് പോയാലോ, ഇങ്ങനെയൊക്കെ വെച്ച് പോകും. ഓക്കെ, ഇനി ഫോർച്യൂൺ ചെയ്യാം. ഒരു സ്റ്റാക്ക് കിട്ടി. ഒരു സ്റ്റാക്ക്, യെസ്, ഒരു സ്റ്റാക്കും 2 ഡയമണ്ടും. ഓക്കെ, നല്ല കാര്യം. എൻ്റെ ആർമറെല്ലാം മെയിൻറ്റെയിൻ ചെയ്തു എന്തായി. ഓക്കെ, ഇനി എടുത്ത് ഒരു സ്റ്റാക്ക്, ഇപ്പം നമുക്ക് ഒരു സ്റ്റാക്ക് 49 ഡയമണ്ടുണ്ട്. യെസ്, പതിയെ കൂടി പോരുന്നുണ്ട്. ഓക്കെ, ഇതെല്ലാം പൊട്ടിക്കാം. ഓക്കെ, ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ റെയ്ഡ് ഫാം ഉണ്ടാക്കാനുള്ള ഐറ്റംസ് എല്ലാം ഒന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, റെയ്ഡ് ഫാമിന് വേണ്ടിയിട്ട് നമ്മുടെ റിസോഴ്സ് പെട്ടിങ് എടുത്തേക്കാം. ഇതിനകത്ത് നിറച്ച് നമുക്ക് നമ്മുടെ ഫാം ഉണ്ടാക്കാനുള്ള ഐറ്റംസ് എല്ലാം കണക്ട് ചെയ്തിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യും. അതേ സമയം കഴിഞ്ഞ് ഞാൻ ഐറ്റംസിനെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നോക്കൂ. ഓക്കെ, ഇത്ര ഐറ്റംസാണ് ഉള്ളത്. ഓക്കെ, ഈ ഒരു ഒബ്സിഡിയൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മറ്റേ വില്ലേജസിനെ ഒന്ന് ട്രാൻസ്പോർട്ട് ചെയ്യണം മറ്റേ ഫാമിൻ്റെ അടുത്തേക്ക്. എന്നിട്ടാണ് ഞാൻ ഈ ഒബ്സിഡിയൻ എടുത്തത്.
ഇത് ഞാൻ ഒപ്പിച്ചെവിടുന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈനിങ് ഏരിയ നിന്നാണ്. ഓക്കെ, അവിടെ ഒരു കേവ് ഉണ്ടായിരുന്നു, അവിടെ നിന്ന് ഞാൻ ഈ ഒരു ഒപ്പിച്ചെല്ലാം ഒപ്പിച്ചു. ഓക്കെ, പിന്നെ എൻ്റെ സ്വന്തം ഡിസൈനാണ്. ഓക്കെ, അതുകൊണ്ട് എനിക്ക് ചെറിയൊരു പേടിയുണ്ട്. മറ്റേ ക്രിയേറ്റിവിറ്റി വർക്കാവുന്നുണ്ടായിരുന്നു, അപ്പോൾ സർവൈവലിൽ മറക്കാവേണ്ടതാണ്. ഓക്കെ ഓക്കെ, ഇനി നമുക്കത് ഉണ്ടാക്കാൻ പോകാം കേസ്. ഓക്കെ, ഇത് നമുക്ക് ഇവിടെ നിന്ന് ഉണ്ടാക്കാൻ പറ്റത്തില്ല, നമുക്ക് ഭയങ്കര ദൂരെ ഉണ്ടാക്കാൻ പറ്റത്തില്ല. അതും മറ്റേ കടലിൽ നടക്കാൻ മാത്രമേ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, കടലിൽ നിന്നാണ് ഞാൻ ഷീൽഡൊന്ന് മാറ്റിയിട്ട് രണ്ടാം ഡിസ്റ്റൻസ് കുറച്ചൊന്ന് കൂട്ടിയിട്ട് പറഞ്ഞു നോക്കാം. ഓക്കെ, 24. ഓക്കെ, 22, അതാ മാക്സിമം. അവിടെ ഒരു ചെറിയ ഐലൻഡ് ഉണ്ട് കേസ്, പക്ഷെ അവിടെ നിന്ന് ഉണ്ടാക്കാൻ പറ്റത്തില്ല കേസ്, കുറച്ച് ദൂരെ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇവിടെ നല്ലൊരു സ്ഥലം തോന്നുന്നു കേസ്, ഇവിടെ നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് നമ്മുടെ ഷൾക്കർ ബോക്സ് വെക്കാം, ഇവിടെ വെക്കാം കേസ്. ഓക്കെ, ഇവിടെ നിന്ന് നോക്കുമ്പോൾ അടുത്ത് വേറെ ഐലൻഡൊന്നും കാണാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ നടക്കാം കേസ്. ഓക്കെ, ഡിസ്റ്റൻസ് ഞാൻ കുറച്ചിട്ടു, പക്ഷേ എൻ്റെ ബേസ് കാണണമെങ്കിൽ കൂട്ടിയിടണം കേസ്. ഓക്കെ, എൻ്റെ ലീവ്സ് എടുത്തിട്ട് ഒരു ചെറിയൊരു പ്ലാറ്റ്ഫോം ഉണ്ടാകാം. ഓക്കെ, ലീവ്സ് വയ്ക്കുന്നതിൻ്റെ കാര്യം ഇവിടെ നിന്ന് സ്പോൺ ആവാതിരിക്കാനാണ്. ഓക്കെ, ഒന്ന് സ്പോൺ ആവാതിരിക്കാനല്ല, മറ്റേ റേഡിയോ സ്പോൺ ആയിരിക്കാൻ. ഓക്കെ, ഇനി നമ്മുടെ ഐറ്റംസ് എല്ലാം എടുത്തേക്കാം, എന്നിട്ട് നമുക്ക് ഉണ്ടാക്കണം. ഈ വില്ലേജറിൻ്റെ പാർട്ടെത്തുമ്പം ഈ വില്ലേജറിൻ്റെ പാർട്ടെല്ലാം നമുക്ക് പെട്ടിക്കത്ത് വെച്ചേക്കാം. ഓക്കെ, അതിന് മുമ്പ് നമുക്ക് ഫാർമെല്ലാം കംപ്ലീറ്റ് ബിൽഡ് ചെയ്തിട്ട് വില്ലേജറിലേക്ക് അടക്കാം. ഓക്കെ, ഐറ്റംസ് എല്ലാം കയ്യിൽ വരട്ടെ. ഓക്കെ, ഇനി നമുക്ക് ആദ്യം ഇവിടെ ഒരു ചെസ്റ്റ് വെക്കാം. എൻ്റെ ബാക്കിലോട്ട് 4 ഹോപ്പർ. ഓക്കെ, ഇനി നമ്മളൊരു മോബ് ഫാർം ഉണ്ടാക്കുന്ന പോലെ തന്നെ നമുക്ക് മറ്റേ 19 അതോ 18. ഓക്കെ, 18 അല്ല, 17. ഓക്കെ, ഇനി നമുക്ക് ഒരു 17 ബ്ലോക്ക് ഇതിൻ്റെ മുകളിലോട്ട് വേണം. ഓക്കെ, എക്സ്ട്രാറ്റ് ആ ഒരു മോബ് ഫാർം ഉണ്ടാക്കുന്ന പോലെ. ഓക്കെ, ഇനി ചെയ്യേണ്ടത് ഇവിടെ ഒരു ബ്ലോക്ക് വെക്കുക, പിന്നെ ഇവിടെ ഒരു ബ്ലോക്ക് വെക്കുക, ഇപ്പുറത്തൊരു ബ്ലോക്ക് വെക്കുക, എന്നിട്ട് അങ്ങോട്ടേക്ക് 6 ബ്ലോക്ക്, ഇങ്ങോട്ടേക്ക് 6 ബ്ലോക്ക് വേണം. ഓക്കെ, ഇതിന് ഇപ്പുറത്തും ചെയ്യണം. 1 2 3 4 5 6. ഓക്കെ, ഇത് തമ്മിൽ നിന്ന് കണക്ട് ചെയ്തിട്ട് എൻ്റെ മൊത്തം ബ്ലോക്ക് ഫിൽ ചെയ്യണം. ഇനി ചെയ്യാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 6 ബ്ലോക്ക് വലിപ്പത്തിൽ ഇതിൻ്റെ ചുറ്റും ഒരു മാതിരി ഇട്ടണം. ഓക്കെ, 1 2 3 4 5 6. അന്നേരം കുറച്ച് സമയം എടുക്കുമായിരിക്കും. അത് കഴിഞ്ഞ് ഇനി നമുക്ക് വെള്ളം ഒഴിക്കുന്ന ചടങ്ങിലോട്ട് പോകണം. ഓക്കെ, വെള്ളം നമുക്ക് ഒരുപാട് ഒഴിക്കണം. ഓക്കെ, ഇപ്പുറത്തേക്ക്. ഓക്കെ, ഇനി നമുക്ക് ഇത് തന്നെ അപ്പുറത്ത് ചെയ്യണം. ഓക്കെ, മതി, ഇത്ര മതി തോന്നുന്നു. ഇതിന് കുറച്ച് ബട്ടൺസ് ഉണ്ടാക്കണം. ഓക്കെ, ബട്ടൺസ് ഞാൻ കൊണ്ടുവന്ന് സെയിം ബോർഡ് ഇവിടെ വെക്കണം, അവനിപ്പുറത്തും വെക്കണം. ഇനി ക്രൗച്ച് ചെയ്തിട്ട്. ഓക്കെ ഓക്കെ, ഇതിൻ്റെ മുകളിൽ നമുക്ക് സെറ്റപ്പ് ചെയ്യണം. ഒരു ബ്ലോക്ക് ഇവിടെ വെച്ചിട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ നടക്കത്തില്ല. ഓക്കെ, 1 2 3 ഒഴിച്ച് വാങ്ങാം കേസ്. മതി. യെസ്, ഓക്കെ, കുറേ സെയിം ബോർഡ് ഇവിടെ ചുമ്മാ സ്പാം ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും ആട്ടെ കേസ്. ഇനി നമുക്ക് നമ്മുടെ ഫാമിൻ്റെ പണി കംപ്ലീറ്റ് ആയിട്ടില്ല. ഇനിയിപ്പോൾ വില്ലേജിൻ്റെ പാർട്ട് കൊണ്ട് പിന്നെ ഇതിൻ്റെ മുകളിൽ ലീവ്സ് വെക്കണം. ഇനി ഇവിടെ ഒരു ലെയർ നമ്മൾ യൂസ് ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ വില്ലേജറിൻ്റെ പാർട്ട് നോക്കാം. അത് നമുക്ക് എവിടെയൊക്കെ സെറ്റ് ചെയ്താക്കാം കേസ്.
ഓക്കെ, വില്ലേജറിനെ നമുക്ക് നമ്മുടെ തൊട്ട് താഴെ തന്നെ നിർത്തിയേക്കാം. ഓക്കെ, അയ്യോ ഒറ്റ ബ്ലോക്ക് വെച്ച് ഓക്കെ. സോ അവിടെ നിന്ന് കയറി നിൽക്കണം. അയ്യോ, നിൽക്കാൻ പറ്റുമോ? എനിക്ക് പറ്റില്ല. ഫാം പൊട്ടിച്ചാൽ കയറാൻ തിരിച്ചടയ്ക്കാൻ പറ്റുമോ? അല്ല വേണ്ട, പിന്നെ അടയ്ക്കാം. ഇപ്പുറത്ത് ഇനി ഇവിടെ ഒരു റൂം സെറ്റ് ചെയ്യണം എൻ്റെ വില്ലേജിൽ നിൽക്കാനായിട്ട്. ഓക്കെ, ഇവിടെ നമുക്ക് 2 ബ്ലോക്ക് വെക്കാം. ഇവിടെ ബെഡ് വെക്കണം നമുക്ക്. ഓക്കെ, ബെഡ് ഞാൻ എടുത്തില്ല. പക്ഷേ ഇവിടെ ബെഡ് വെക്കണം. എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഒരു പ്ലാറ്റ്ഫോം ഓട്ടിക്കണം. ഇല്ലെങ്കിൽ അവിടെ അമർത്തി പോകണം. ഓക്കെ, ഇനി അവിടെ ലീവ്സ് വെക്കണം. ലീവ്സ് അല്ല വേണ്ട. അല്ല, ഇവിടെയൊക്കെ നമുക്ക് വലിയ തന്നെ നിർത്തണം. സോ ഇവിടെ നിന്ന് മറ്റേ ചെറിയ കൂട് പോലെ സെറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ വർക്ക് സ്റ്റേഷൻ, ഇവിടെ വില്ലേജർ. ഓക്കെ, സോ ഇവിടെ ഒരു വില്ലേജറിനെ നമുക്ക് കൊണ്ടുവരാനുള്ള ഒരു ചെറിയ പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്യണം. ഓക്കെ, ഇവിടെ നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു പോർട്ടലൊക്കെ സെറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഇവിടെ ചെറിയൊരു പോർട്ടൽ സെറ്റ് ചെയ്യാം. അത് ഞാൻ എവിടെ നിന്നാണ് ഈ വില്ലേജറിനെ കൊണ്ടുവരാമെന്ന് വിചാരിക്കുന്നത്? എവിടെ നിന്നാലും കൊണ്ടുവരാം കേസ്. ഓക്കെ, ഇപ്പം ഞാനകത്ത് കയറുന്നില്ല. ഓക്കെ, അതുകൊണ്ട് ഞാൻ നെതറിനകത്ത് പോയിട്ട് വേറൊരു പോർട്ടൽ സെറ്റ് ചെയ്യാം. അല്ല, കോർഡിനേറ്റ്സ്. ഓക്കെ, കോർഡിനേറ്റ്സ് നോക്കാം. ഇതിനകത്ത് കയറി നിന്നിട്ട് മറ്റേ സ്ക്രീൻഷോട്ട്. ഓക്കെ, ഇനി ഇവിടുത്തെ കോർഡിനേറ്റ്സ് ഇനി കോർഡിനേറ്റ്സ് നമുക്ക് നെതറിലോട്ട് കൺവേർട്ട് ചെയ്യണം. ബേസ് അങ്ങോട്ടേക്കാണ് തോന്നുന്നു. ഓക്കെ, ഞാൻ നെതറിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കയറി നോക്കാം. 34.2 34.2 അത് എവിടെയാണോ പോയി നോക്കാം. 34 ഇങ്ങോട്ടാണ്. 34 ഇവിടെ ഇവന്മാര് ഇങ്ങനെ ഡാമേജ് ആണ്. ഓക്കെ, ഷീൽഡ് എവിടെയാണ്? 34 കഴിഞ്ഞ്. ഓക്കെ, 34 ഇവിടെ എങ്ങാണ്ടാണെന്നോ. വെസ്റ്റ് എല്ലാത്തിനും നടക്കാണല്ലോ. ഇവന്മാർ നടക്കുന്നത് ഞാൻ ഇങ്ങനെ ഹോട്ടലിൽ കിട്ടിക്കും. 34 അകത്തേക്ക്. ഓ, അര ഹാർട്ട്. ഓക്കെ, നമുക്ക് വെറും 34 വേണ്ട. നമുക്ക് 34.2 വേണ്ടത്. 2 ഇനി അങ്ങോട്ടേക്ക്. ഓക്കെ, 2 അങ്ങോട്ടേക്കാണ്. 2 കുഴിച്ചു പോകാം. ഓക്കെ, ഭാഗ്യം കേവനകത്താണ്. 34 ഇപ്പുറത്താണ്. 36 കോർഡിനേറ്റ്സ് നോക്കാം. ബെസ്റ്റ് വലിയൊരു ഓപ്പൺ നടക്ക്. 34.2 ഇവിടെ അങ്ങ് സെറ്റ് ചെയ്യാം കേസ്. ഓക്കെ, ഇവിടെ അങ്ങ് സെറ്റ് ചെയ്യാം. ഒരു വില്ലേജറിനെ എങ്ങനെ കൊണ്ടുപോകുന്നതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യാം. ആദ്യം ഒരു കോർണർ സെറ്റ് ചെയ്യണം. 1 2 3 തെറ്റിക്കല്ലേ അപ്പോൾ. ഇനി കറക്റ്റായിട്ടൊന്ന് ലിങ്ക് ആയാൽ മതിയായിരുന്നു. ദൈവമേ, അല്ല ബാക്കിലോട്ട് വിളിച്ചേക്കാം. ഓക്കെ, ഓ ഭാഗ്യം. ഓക്കെ, ഇങ്ങോട്ടേക്ക് ഒരു വില്ലേജറിനെ കൊണ്ടുവരാം ഗൈസ്. ഓക്കെ, സോ അതിൻ്റെ പരിപാടി നമുക്ക് ചെയ്യാം. ഇനി നമുക്കൊരു ഫ്രഷ് വില്ലേജറിനെ വേണം. ഓക്കെ, ബ്രീഡിലോട്ട് പോകാം ഗൈസ്. കുറച്ചുകൂടെ ബ്രെഡിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. ഫുഡ് എൻ്റെ ഇല്ല ഗൈസ്. ഓക്കെ,
ഇനി ഇതെടുത്ത് നമുക്ക് അകത്ത് വെക്കാം, അല്ലെങ്കിൽ തന്നെ വെക്കാം ഗൈസ്. ഓക്കെ, വെച്ച് ബ്രീഡാവും. ഓക്കെ, ബ്രീഡാവുന്നുണ്ട് ഗൈസ്. ഉമ്മാർ ബ്രീഡായില്ലേ? ആവുന്നുണ്ട്. ഞാൻ ഈ ഉമ്മാർക്ക് കുറച്ച് മറ്റേ അയണം എടുത്ത് ബ്രെഡാക്കി, പിന്നെ അത് കൊടുത്തിട്ട് ഒരു ബ്രെഡും വാങ്ങിച്ചു. ബ്രെഡ് കൊടുത്തപ്പോൾ ബ്രീഡാവുന്നു, അല്ലാതെ ബ്രീഡാവുന്നില്ലായിരുന്നു ഗൈസ്. ഓക്കെ, ഈ ബ്രെഡ് കൊടുത്തപ്പോൾ മാത്രമാണ് ഉമ്മാർ ബ്രീഡാവുന്നത്. ഓക്കെ, ഞാൻ എന്തായാലും ഇനി ഇവനെന്താ വരുന്നവരെന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, വളരുന്നവരൊന്നും വെയിറ്റ് ചെയ്യുന്നില്ല ഞാൻ. ഓക്കെ, ഞാനൊരു ബോട്ട് ഉണ്ടാക്കിയിട്ട് ഇവന് ബേസിലിട്ടുണ്ടോ. ഓക്കെ, ലീഡ് എൻ്റെ കയ്യിലുണ്ട്, ഞാൻ പോയി ലീഡ് എടുത്തിട്ട് വരാം. കയറി. ഓക്കെ, ഇനി നമുക്ക് ഇവനെ ഒന്ന് പുറത്തേക്ക് എടുക്കണം. ഇവൻ ഇവിടെ വരെ കൊണ്ടുവന്നു. ഓക്കെ, അപ്പോഴത്തേക്ക് വലുതായി. ഓക്കെ, ഇനി നമുക്ക് ഇവനിത് എങ്ങോട്ടാണ് ജോലി എടുത്തേക്കുന്നത്? അങ്ങോട്ടേക്ക് വരുമായിരിക്കും, മറ്റേ ഗ്രൈൻഡ് സ്റ്റോണ്. ഞാൻ തന്നെ നെതറിൽ കയറിയിട്ട് ഇവൻ ഒന്ന് വേണ്ടാത്തടത്തേക്ക് ഒന്ന് ഓടിപ്പോയിരിക്കാനായിട്ട് നമുക്ക് ഒന്ന് ക്ലോസ് ചെയ്യാം കുറേ ഓപ്പണിങ്സ്. ഓക്കെ, ഇവിടെയൊക്കെ ഒന്ന് ക്ലോസ് ചെയ്യാം. ഓക്കെ, നീ അവനെ ഒന്ന് അകത്തേക്ക് കയറ്റാം. പിന്നെ കൊണ്ട് പോകും. ബെസ്റ്റ്. അകത്തേക്ക് കയറ്റാൻ പോലും പറ്റത്തില്ല. ഇവിടെ കയറാം. പള്ളി കയറ്റാൻ പറ്റുമോ? പറ്റും. കയറ്. ഓക്കെ, ഇത് പൊട്ടിക്കാം. ഓക്കെ, ഞാൻ തിരിച്ച് കയറാതിരിക്കാനോ നടത്തേക്കാം. ഓക്കെ, പിന്നെ ബോട്ട് എനിക്ക് തിരിച്ച് കിട്ടി. ഓക്കെ, ബോട്ട് പ്ലേസ് ചെയ്യാം. അവൻ നേരത്തെ ഒന്ന് സഫക്കേറ്റ് ആകാൻ പോയായിരുന്നു, അതുകൊണ്ടാണ് എന്നിട്ട് അവൻ പെട്ടെന്ന് ചത്തുപോയെ. ഓക്കെ, ഇനി ഒന്നുകൂടെ ബെഡ് വെക്കാം. ഓക്കെ, ഡബ്രീഡ് അവിടെ പറഞ്ഞു തീർന്നില്ല. അത് 2 പേരുണ്ടോ? ഇതെന്നാ മിനിച്ചറാണ്. ഒറ്റ ബ്ലോക്ക് എന്നാണ് ബ്രീഡ് ആവുന്നത്. ഞാൻ കണ്ടിട്ടില്ല. ഇനി ഇവൻ മാറുന്നവരെ വെയിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ വേണ്ട. നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവനെ ബോട്ടിൽ കൊണ്ടു. സഫക്കേറ്റ് ഒന്നും ആവില്ലേടേ, എനിക്ക് പണിയല്ലേ. ഓക്കെ, 4 ബ്ലോക്ക്. ലീഡ് പെട്ടെന്ന് ഇറങ്ങിയിട്ട് അടയ്ക്കാം. പുറത്തേക്ക് അയ്യോ ബാക്കി തന്നെ ഇറങ്ങിയില്ല. ഓക്കെ, ഇനി തിരിച്ച് അങ്ങോട്ട് പോകാം കേസ്. ഓക്കെ, ഇവൻ ഒന്നുകൂടെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവൻ വളരുന്നവരെന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, നേരത്തെ ഇതുവരെ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, സോംബീസ് ഒന്നും വരാതിരിക്കാനായിട്ട് ഒരു കൂട് സെറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഇവിടെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ വളർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവനെ ഒന്ന് നെതറിലൊക്കെ ഒന്ന് വിടണം. ഓക്കെ, വാടേ റെഡി കൊടുത്താൽ ചെല്ലുമായിരിക്കും, പക്ഷേ പരീക്ഷിക്കാൻ വയ്യ. എന്ത് ചെയ്യടേ, ഇങ്ങോട്ട് വാടേ. ഇവിടെ മറ്റേ ബോട്ട് വെച്ചോ. വാ, ഇങ്ങോട്ട് കുറച്ചുകൂടെ അങ്ങോട്ട്. ഓക്കെ, ഞാൻ എന്തായാലും എൻ്റെ എലക്ട്ര മാറ്റി മറ്റേ സാധനം ഇടാം. മറ്റേ എൻ്റെ പേരെന്ത് വരുന്നത്, ചെസ്റ്റ് പ്ലേറ്റ്. ഓക്കെ, ഈ കാരണം ഇവന്മാർ ഭയങ്കര അറ്റാക്കിങ് ആണ്. ഓക്കെ, എൻ്റെ അമ്മമാരുടെ സൗണ്ട് എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഇവിടെ തന്നെ ഉണ്ടാവും. മാറി ഒന്നും വേറെ ഉമ്മാർക്ക് ഈ ആക്സാണ് ബെസ്റ്റ്. ഓക്കെ, അത് മാറ്റാം തൽക്കാലത്തേക്ക്. ഓക്കെ, അങ്ങോട്ടേക്കാണ് യെസ്. എവിടെ നിന്ന് മറന്നും പോയല്ലോ. ഒന്നുകൂടെ നോക്കിയിട്ട് പോയി, ഇല്ലെങ്കിൽ പണി കിട്ടും. 34 അപ്പുറത്തോട്ടാ. പക്ഷേ ചെസ്റ്റ് പ്ലേറ്റ് കൈ വേണം കേസ്, അല്ലെങ്കിൽ ഇവിടെ തന്നെ. ഓക്കെ, കിട്ടി അടുത്ത് തന്നെയാണ്. ഓക്കെ, സോ കുറച്ചിങ്ങോട്ടൊന്ന് വന്നാൽ മതി. ഞാൻ അവിടെ നിന്ന് അങ്ങോട്ട് ഞാനും മറന്നുമല്ല ഇങ്ങോട്ടാണ്. അവിടെ മാത്രമല്ല കേസ്, കുറച്ചൊന്ന്
ഓക്കെ ആക്സ് ചൊറ്റ വെട്ടി തീരും. അവിടെ ആ ഹോള് ചെറിയൊരു ഹോള്. എടേ ഓക്കെ ഇങ്ങോട്ടേക്കാണ് ഒരു രസം അത്രേ ഉള്ളൂ. എന്തരാക്കാണ്ട് പിന്നെ കുഴപ്പമില്ല, സിമ്പിളായിട്ട് അങ്ങനെ പൊട്ടിച്ചാൽ. ഓക്കെ ഇവന്മാർ അറ്റാക്ക് ചെയ്യത്തില്ല. ഓക്കെ ഇതിലേ വരാം. അത് കൊള്ളായിരുന്നു. ഓക്കെ ആളെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. യെസ് നീ ഒന്ന് പൊട്ടിച്ചു കൊടുക്കണം പുറത്തേക്ക് പോകാത്ത രീതിയിൽ. ഓക്കെ ഓക്കെ ഡേ പൊട്ടിക്കും മര്യാദയ്ക്ക് അങ്ങോട്ട് പോയിക്കണം, ഇല്ലെങ്കിൽ പോടെയാണ്. ഓക്കെ ഇവിടെ നമ്മുടെ ആള് ഇപ്പം ഞാൻ താഴെ പോകാൻ പാടില്ല കേസ്. ഓ യെസ് നൈറ്റാണ് ഇപ്പം. നല്ല ടൈമിങ്. നമുക്കിനി ഇവിടെ മൂടി വെക്കാം. അത് എളുപ്പമായിരുന്നു. ഇനി ഇത് ഈ പോർട്ടലൊന്നും ആവശ്യമില്ല കേസ്. ഈ പോർട്ടൽ നമുക്ക് താഴെ കൊണ്ടുപോകണം. അതിൻ്റെ മുകളിൽ നമുക്ക് മുകളിലല്ല ഇവിടെ തന്നെ സെറ്റ് ചെയ്യാം. ഓക്കെ ഇവിടെ കൊണ്ട് ചെയ്യണം. നമുക്ക് ഇവിടെ നിന്ന് സ്പോൺ ആവണ്ട. ഇനി ലൈറ്റ് ചെയ്യാം ഗൈസ്. ഇത് തിരിച്ച് കയറേണ്ടതാണ് നമ്മുടെ നേരത്തെ കയറിയത് തന്നെ. ഓക്കെ യെസ് നേരാനായിട്ടുണ്ട്. ഇനി നമുക്ക് റേറ്റ് ഫാമിലോട്ട് പോകണമെങ്കിൽ ഇതിൽ വഴി അങ്ങ് വന്നാൽ മതി. നമ്മുടെ പോർട്ടിൽ നിന്ന് ഇറങ്ങാൻ ഇങ്ങോട്ടേക്ക് വരിക. ഓക്കെ അത്രയേ ഉള്ളൂ. ഈ ബോട്ടും നീടും എനിക്ക് വേണം. ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷൾക്കർ നിറച്ച് നമുക്ക് ടോട്ടം സെറ്റ് ചെയ്യണം. ഓക്കെ അത് എനിക്കിന്ന് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ഈ ഫാം ഒന്ന് നമുക്കൊന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. ഓക്കെ അതെനിക്കിന്ന് പറ്റും. ഓക്കെ മറ്റേ ഷൾക്കർ നിറച്ചാക്കുന്ന ഞാൻ ഓഫ് ക്യാമറ ചെയ്തോളാം. ഓക്കെ നമ്മൾ ടോട്ടം ഷൾക്കർ ഉണ്ടാക്കിയിട്ട് ഒരു വട്ടം വെച്ചിട്ടുണ്ട്, പക്ഷെ അത് എല്ലാം പൊട്ടിപ്പോയി എല്ലാ ടോട്ടം. ഓക്കെ ഓക്കെ ആളെ കിട്ടി. ഓക്കെ ബാക്കിയൊന്നും എനിക്ക് വേണ്ട, എല്ലാ ചവറും പോട്ടെ. ഓക്കെ ഞാൻ വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു റേറ്റ് ഫാം നമുക്കൊന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. ഓക്കെ എല്ലാം ശരിയാണെന്ന് തോന്നുന്നു. ഓക്കെ ഓക്കെ ഒരു വില്ലേജിന് അടുത്തെത്തണം. ഓക്കെ എന്നാൽ നമുക്ക് ഇത് കിട്ടത്തുള്ളൂ. ഓക്കെ അങ്ങനെ തന്നെ ചെയ്യാൻ നോക്കാം. എങ്കിൽ നമുക്കൊരു ലീവ്സിൻ്റെ ഒരു ലീവ്സ് ഇല്ല. ഓക്കെ ഇവിടെ എല്ലാം സ്പോൺ പ്രൂഫ്ഡാണ്. ഓക്കെ അതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പോൾ ഇത് 10 സെക്കൻഡ് 1 സെക്കൻഡ് ആകുമ്പം ഇവിടെ റൈഡ് ബാർ കാണിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ സ്പോൺ ആവേണ്ടതാണ് ഗൈസ്. ഓക്കെ ഈ ബ്ലോക്കെല്ലാം മാറ്റിയേക്കാം. ഒന്നും എനിക്ക് വേണ്ട, എല്ലാം പോട്ടെ. ഓക്കെ റൈഡ് വന്ന് അയ്യോ വർക്കിംഗ് ആണ്. അങ്ങനെ നമ്മുടെ ലെസ് പ്ലേ സീരീസിൽ ഞാൻ ഒരു റൈഡ് ഫാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് വർക്കിംഗ്. ഫസ്റ്റ് റൈഡ് തീർന്നു പിന്നല്ല. ഓക്കെ പിന്നെ ഇത് നേരത്തെ നമ്മുടെ ബേസ് ചെയ്ത റൈഡ് എങ്ങനെയാണ് ഡിഫീറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്രോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ കിടന്നുറങ്ങേണ്ടതാണ്. ഓക്കെ താങ്ക് യു സോ മച്ച് ബ്രോ. ഓക്കെ ടോട്ടം വരട്ടെ. നമ്മുടെ ഫസ്റ്റ് ടോട്ടം ഫണ്ടായി. ഇതൊന്ന് കാണാൻ വേണ്ടി. ഓക്കെ അങ്ങനെ നമ്മുടെ ആദ്യത്തെ ടോട്ടം കിട്ടിയിട്ടുണ്ട്. അതെടുത്ത് നമ്മുടെ ഓഫ് ഹാൻഡ് വെച്ചേക്കാം. ഓക്കെ യെസ് എനിക്ക് കിട്ടുന്ന ടോട്ടം എല്ലാം നമ്മുടെ ഷൾക്കർ. ഓക്കെ അത് ഞാൻ വെച്ചോളാം. ഓക്കെ ഒരു ടോട്ടം പിന്നെ കിട്ടി. യെസ് ഇത് വേണ്ട വരുന്നു. ആക്സ് ഒക്കെ അതാകുമ്പോൾ സിമ്പിളായിട്ട് വരാൻ പറ്റും. പോടാ ഇറങ്ങി
ഓക്കെ, 2 പേരുണ്ട്. ഓക്കെ, പിന്നെ 2 ടോട്ടോ. യെസ്, 3. ഓ, 5 ടോട്ടെങ്കിൽ. യെസ് 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 യെസ്. ഓക്കെ, അങ്ങനെ നമ്മുടെ ലെസ് പ്ലേ സീരീസിൽ ഒരു കിടൽ റൈഡ് ഫാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. യെസ് യെസ്. ഓക്കെ, ഇത് അവസാനത്തെ റൈഡാണ്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ റൈഡ് അവസാനിക്കും. ഓക്കെ, നമുക്ക് മറ്റേ ഹീറോ ഓഫ് ദ വില്ലേജ് കിട്ടും. യെസ്. ഓക്കെ, ഇവനെ കൂടെ കൊന്നു കഴിഞ്ഞാൽ യെസ്. ഓക്കെ, നമുക്ക് ഹീറോ ഓഫ് ദ വില്ലേജ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എത്രയുള്ളൂ ഗൈസ്? അടുത്ത എപ്പിസോഡിൽ കാണാം.